ഹായ് ഫ്രണ്ട്സ്, ഇസ്മി പ്രസാദ്. ഇംഗ്ലീഷ് അപ്പൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളെല്ലാവരും 2025 ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുകയാണല്ലേ. അതിൻ്റെ ഒരു ആവേശവും ഒരു സന്തോഷവും നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ. തീർച്ചയായിട്ടും 2024 നമ്മൾ എങ്ങനെ പ്രവേശിച്ചോ അതിനേക്കാൾ ഊർജ്ജസ്വലമായിട്ടാണ് നമ്മൾ 2025 പ്രവേശിക്കാൻ നിൽക്കുന്നത്. ഒരു പുതുവർഷം അല്ലേ, നമുക്ക് എല്ലാവർക്കും ഒരു പുതുവർഷം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തെന്നില്ലാത്തൊരു ആവേശമാണ്. നമുക്ക് ഒരുപാട് 2024 ഒരുപാട് പ്ലാനിങ്ങുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ 2024 നമുക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചോ? ഇല്ല, മുഴുവനായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. എന്നാൽ 2025 നമുക്കത് പൂർത്തീകരിക്കണം അല്ലേ. പലപ്പോഴും ചില ആളുകൾക്ക് വിവാഹം കഴിക്കാനായിരിക്കും, ചില ആളുകൾക്ക് നല്ല ജോലി കിട്ടാനായിരിക്കും, ചില ആളുകൾക്ക് അവർക്ക് എക്സാം പാസ്സാകാനായിരിക്കും, ചില ആളുകൾക്ക് അവരുടെ ബിസിനസ് സംരംഭം കെട്ടിപ്പടുത്ത് സക്സസ്ഫുൾ ആക്കാനായിരിക്കും. ഓരോ ആളുകൾക്കും ഓരോരോ രീതിയിലായിരിക്കും സക്സസ്ഫുൾ ആകേണ്ടതല്ലേ. എന്നാൽ ജീവിതത്തിൽ എല്ലാവരും 2025 എല്ലാവർക്കും സക്സസ്ഫുൾ ലൈഫ് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴൊക്കെ ഇന്നത്തെ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് അടിക്കടിക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരുപാട് ഡിപ്രഷൻ, മാനസിക സമ്മർദ്ദം, ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്ക് മാനസിക സമ്മർദ്ദം വന്നു നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് നമ്മുടെ ജീവിതം തള്ളി നീക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ടെൻഷൻ അടിക്കാതെ അതിൻ്റെ കൃത്യമായ ഏത് രീതിയിലാണോ നമുക്ക് പ്രശ്നം വരുന്നത്, ആ പ്രശ്നം ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള പരിഹാരമാണ് നമ്മൾ കാണേണ്ടത്. പലപ്പോഴും നമ്മളൊരു പ്രശ്നം വരുമ്പോൾ പ്രശ്നത്തെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത്. പക്ഷെ പ്രശ്നമല്ല നമുക്ക് വേണ്ടത്, പരിഹാരമാണ്. അതുകൊണ്ട് നമ്മൾ കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ വായിക്കുന്ന ശീലങ്ങൾ, പിന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ലൊരു സുഹൃത്തിനെ നമ്മൾ കണ്ടെത്തുക എന്നതാണ്. പലപ്പോഴൊക്കെ നമുക്ക് ഒന്നിലേറെ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും, 10ലേറെ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. പക്ഷേ ആ 10ലേറെ സുഹൃത്തുക്കൾ ടാലൻ്റ് ആണോ എന്നുള്ളതിലാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൽ നമുക്കൊരു ആത്മാർത്ഥ സുഹൃത്ത് മതി. ആ ഒരു വ്യക്തി നല്ല ടാലൻ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും ആ വ്യക്തിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാനും നമുക്ക് അടിക്കടിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ വ്യക്തിയിലൂടെ നമുക്ക് മാറ്റുവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് മാനസിക സമ്മർദ്ദം വരുന്ന സമയത്ത് തെറ്റായ ആളുകളെ സെലക്ട് ചെയ്യുകയും തെറ്റായ രീതിയിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സിനെ നയിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടും എന്നത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ 2025 പ്രവേശിക്കുമ്പോൾ നിങ്ങൾ നല്ലൊരു സുഹൃത്തിനെ കണ്ടെത്തുക, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, അതിരാവിലെ എണീറ്റ് നന്നായി എക്സസൈസ് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കടിക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ആ പ്രശ്നങ്ങൾ നിങ്ങൾ എന്താണോ അതിന് നിങ്ങൾ പരിഹാരം കാണുക. തെറ്റായ രീതിയിൽ നിങ്ങളെ മനസ്സിനെ നിങ്ങൾ നയിക്കരുത്. ഒരുപാട് ഇന്നത്തെ നിത്യജീവിതത്തിൽ ഓരോ ആളുകളും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായും ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ തന്നെ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാകുന്ന, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒട്ടനവധി സഹോദരി സഹോദരന്മാരെ നമുക്ക് നിത്യജീവിതത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതല്ലേ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് തെറ്റായ മാർഗത്തിലേക്ക് പോകാതെ എല്ലാം ശരിയാക്കാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുകയാണെങ്കിൽ 2025 നിന്നും 2026 നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം വലിയ സന്തുഷ്ടമായി മാറുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയ എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.